ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു ബ്രാൻഡ് പെർഫ്യൂം നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. തമീൻ ലണ്ടൻ കാർവ്ഡ് ഊദ്. തമീൻ ഒരു നീഷ് പെർഫ്യൂമാണ്. ഊതാണ് ഈ പെർഫ്യൂം. ചാനൽ കാണുന്നവർക്ക് അറിയാം, എനിക്ക് ഊതിനോട് വലിയ താല്പര്യമില്ല. അപൂർവം ചില ഊതുകൾ മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് ഏറ്റവും അധികം കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളതും എപ്പോഴും തീരുമ്പോൾ വാങ്ങുന്ന ഒരു ഊത് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ടോം ഫോർഡ് ഊത് വുഡ്. ടോം ഫോർഡ് ഊത് വുഡാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഊത് പെർഫ്യൂം. അത് ലേഡീസിനും എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് ടോം ഫോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഊത് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഊത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു പൊട്ടി പറയും ടോം ഫോർഡ് ഊത് വുഡ്. തലവേദന ഉള്ളവർക്ക് പോലും നമുക്ക് ഈ ഒരു ഊത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. തമീൻ ലണ്ടൻ കാർവ്ഡ് ഊത് ഈ ഒരു പെർഫ്യൂം ടോം ഫോർഡ് ഊത് വുഡുമായി വളരെയേറെ സാമ്യം ഉണ്ടെന്നും കുറച്ചുകൂടി നീഷ് ക്വാളിറ്റി ഉള്ളതാണെന്നും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം പർച്ചേസ് ചെയ്തത്. ഏകദേശം 25,000 അടുപ്പിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ചീപ്പ് പെർഫ്യൂം അല്ല, നീഷാണ്. 25,000 രൂപയാണ് വില വരുന്നത്. അപ്പൊ എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്ന് കരുതി. കാരണം എനിക്ക് ഈ ടോം ഫോർഡ് ഊത് വുഡിന്റെ ആ ഒരു ഊതും സൈപ്രിൽ ഓയിലും ഒക്കെ ചേർന്ന് വരുന്ന ഊതിന് ഒരു പ്രത്യേകത, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു ഊതാണത്. പ്ലസന്റ് ആയിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. രണ്ട് കൂട്ടർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിസെക്സ് ഊതാണ് ടോം ഫോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ മണമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ റീറ്റെയിൽ പാക്ക് ആണ്. ലോഗോ കാണാം. തമീൻ കാർവ്ഡ് ഊത് എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ്. കോൺസെൻട്രേഷൻ കൂടിയതാണ്. ഇപ്പൊ ലോങ്ജിവിറ്റി സ്ട്രോങ് ആയിരിക്കും, കൂടുതലായിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. 100 ml കോൺസെൻട്രേഷൻ. ബാച്ച് കോഡും കാര്യങ്ങളും പിറകെ കൊടുത്തിട്ടുണ്ട്. FRA2290051B ഇതാണ് ബാച്ച് കോഡ്. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ബോക്സ് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതിന്റെ ബോട്ടിൽ കാണാനും ഭയങ്കര രസമാണ്. ഈ തമീന്റെ ബോട്ടിൽ കാണാൻ നല്ല രസമാണ്. ഒരു പ്രത്യേകതരം ബോട്ടിൽ ഡിസൈൻ ആണ്. പ്രസന്റേഷൻ കൊള്ളാം. അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഞാനിത് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം, എത്രത്തോളം പെർഫോമൻസ് കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ ഞാൻ അടിച്ചിട്ട് ഞാൻ പറയാം. ഗോൾഡ് നിറത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ലോഗോ കാണാം. ആ ലോഗോ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ബുക്ക് എടുക്കാൻ പറ്റൂല. ഓക്കെ, അടിപൊളി പ്രസന്റേഷൻ ആട്ടോ. പ്രസന്റേഷൻ അല്ലേ, 25,000 രൂപയുടെ ഒരു പ്രസന്റേഷൻ എന്തായാലും കാണണമല്ലോ. നല്ല പ്രസന്റേഷൻ കൊള്ളാം. ബോക്സ് ഒക്കെ മാറ്റി വയ്ക്കാം. എഴുത്തും കാര്യങ്ങളൊക്കെ നല്ല പാക്കേജിങ് ആണോ. ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. കണ്ടില്ലേ ബോട്ടുകളുടെ ക്വാളിറ്റി, കളക്ഷനിൽ വെക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി. ഇതിന്റെ നീല നിറം ഉണ്ടല്ലോ, ഭയങ്കര കളർ കേട്ടോ. ഇതിന്റെ നീല നിറം ഐ ക്യാച്ച് ആയിട്ടുള്ള ഒരു കണ്ടില്ലേ, തിളങ്ങുന്നുണ്ട്. അത് LED ബൾബ് കത്തിച്ചിട്ടതുപോലെ. ക്യാപ്പ് കൂടെ മെറ്റലാണ്, മെറ്റൽ ക്യാപ്പ്. മാഗ്നറ്റിക് ആട്ടോ, പവർഫുൾ മാഗ്നറ്റിക് ആയിട്ടുള്ള ക്യാപ്പ്. പ്രസന്റേഷനും ബോട്ടിൽ ഡിസൈനും ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത ബോട്ടിൽ ഡിസൈൻ കണ്ടില്ലേ. പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക്, ശക്തിയായിട്ട് കൊടുത്തിട്ട് പോലും വീഴുന്നില്ല. ഭയങ്കര ശക്തിയായിട്ടുള്ള ക്യാപ്പാണ്. ഇവിടെ ഇത് എൻഗ്രേവ് ചെയ്തിരിക്കുക, കുറച്ചും കൂടി പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നോട്ടും കാര്യങ്ങളും. ഇതിന്റെ സെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വുഡി, വാം സ്പൈസി, ഊത്, പൗഡറി, അരോമാറ്റിക്, എർത്തി, പച്ചോളി, മസ്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നോട്ട് വരുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. ഇനി ഇതിന്റെ ടോപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഗ്വാട്ടിമാലിൻ കാർഡമം. ഗ്വാട്ടിമാലയിൽ വിളയുന്ന കാർഡമം, ഏലക്ക. അവിടുത്തെ ഏലയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകത കാണും, അതുകൊണ്ടായിരിക്കും ആ ഒരു ഏലക്ക ചേർത്തത്. ഇപ്പൊ ഗ്വാട്ടിമാലയിൽ വിളയുന്ന ഏലക്കയുടെ മണവും സൈപ്രസും, സൈപ്രസ് ഓയിൽ അല്ലെങ്കിൽ നഗർമോത്ത, പിന്നെ പിങ്ക് പെപ്പർ. ഇതാണ് ടോപ്പ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. മിഡിൽ നോട്ടിൽ അഗർവുഡ്. അഗർവുഡ് എന്ന് പറയുന്നത് ബേസിക്കൽ ഊത് തന്നെയാണ്. പിന്നെ സീഡാർ വുഡും പച്ചുളിയും ഐറിസും. ബേസ് നോട്ടിൽ മസ്ക്, സാൻഡൽവുഡ്, വാനില, ആംബർ, ഹെയ്ത്തിയൻ വെട്ടുവർ. അതായത് ഹെവൻലി കോംബോ ആണ് ചെയ്തിരിക്കുന്നത്. ഹെവൻലി കോംബോ. 25,000 രൂപ മുടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മുതൽ വേണം. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. അടിപൊളി അടിപൊളി ഊത്. ഇതിനൊക്കെ 200 ml വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾ 200 ml വാങ്ങണം. അടിപൊളി ഊത്. സ്മൂത്ത് ആണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഊത്. അതായത് ഏലക്കയും ഊതും ചേരുമ്പോൾ വരുന്ന ഒരു മണമുള്ള ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ല്. ഇതിനകത്ത് ഊത് നിങ്ങൾക്ക് അധികം കിട്ടില്ല. ഏലക്കയും ഊതും ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു മണം ഒരു 70 അല്ലെങ്കിൽ 60% ഏലക്കയും ബാക്കി 40% ഉള്ള ഊത്. ഊത് എന്ന് പറഞ്ഞ ഒരു സാൻഡൽവുഡ് ചേർന്നൊരു ഊതാണ്. ഹൈ ക്വാളിറ്റി അതിൽ ഒന്നും സംശയമില്ല. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഊതാണ് ചേർത്തിട്ടുള്ളത്. അത് പേരിൽ തന്നെ കാർവ്ഡ് ഊത്, ചെത്തി മിനുക്കിയ ഊതാണ് ചേർത്തിട്ടുള്ളത്. അവർ നോക്കിയും കണ്ടും പരിശോധിച്ചും ചെയ്തു വെക്കുന്ന ഒരു ഊത്. ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ, ടോപ്പ് നോട്ട് ആയിട്ടുള്ളൂ. ഞാനിത് ബാക്കി അടുത്ത ഭാഗത്ത് പറയാം. ട്രൈ ചെയ്തിട്ട് ലോങ്ജിവിറ്റിയും കാര്യങ്ങളും പറയാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഒരു രക്ഷയില്ലാത്ത ഊത്. ട്രൈ ചെയ്തതിൽ ബെസ്റ്റ് ഊത്.
കോംഫോർട്ട് ഊതുകുട്ടിനൊപ്പം കട്ടക്ക് നിൽക്കും. ഊതുകുട്ടാണോ ബെറ്റർ, ഇതാണോ ബെറ്റർ എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. രണ്ടും സ്റ്റാൻഡിങ്. കഴിഞ്ഞ ദിവസം രാത്രി ഞാനിത് ട്രൈ ചെയ്തു. പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഇതിന്റെ പെർഫോമൻസ് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, പ്രൊഡക്ഷൻ എങ്ങനെ, ഇതറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ട്രൈ ചെയ്തു. കാർവഡ് ഊത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. കാരണം ഊത് എങ്ങനെ അവതരിപ്പിക്കാം എന്നതിൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് തമീൻ കാർവഡ് ഊത്. അതിന്റെ കാരണം ഊതിന് ഒരേ സമയം വശ്യതയുമുണ്ട്, അതുപോലെ തന്നെ അല്പം നിഗൂഢത നിറഞ്ഞതുമാണ്, അല്ലെ? അല്ലെങ്കിൽ കുറെ കൂടി ഷാർപ്പായിട്ടുള്ള മണമാണ് ഊത് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും നെറ്റി ചുളിക്കും. കാരണം അതിന്റെ ഒരു അതികഠിനമായിട്ടുള്ള അലോസരപ്പെടുത്തുന്ന മണമായതുകൊണ്ടും ചില ഊതിന് അനിമാലിക് സ്വഭാവം ഉള്ളതുകൊണ്ടും പലർക്കും അത് വർക്കൗട്ട് ആകാറില്ല. അതിന്റെ കാരണം പ്രധാനമായും ഊത് വളരെ ശക്തിയേറിയത്, കടുപ്പമേറിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ തമീൻ ഇവിടെ ചെയ്തത് ഊതിന്റെ എല്ലാ നിഗൂഢത നിറഞ്ഞ അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാഗങ്ങളും എല്ലാം ഒഴിവാക്കി അതിനെ ചെത്തിമിനുക്കി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന, തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്തു എന്ന് വേണം പറയാൻ. ഊതിനകത്ത് എന്തൊക്കെയാണോ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നത് അതെല്ലാം എടുത്ത് മാറ്റി, അതിനൊക്കെ മാറ്റിയിട്ട് ഇത് കുറെ കൂടി നേർപ്പിച്ച് അതിന്റെ ഏറ്റവും വളരെ മൃദുവായ ഭാഗം മാത്രം എടുത്തുകൊണ്ടിട്ടാണ് തമീൻ ഊത് കാർവഡ് ഊത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തലവേദന മാറ്റുന്ന ഊത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സാധാരണ ഊത് എന്ന് പറയുന്നത് തലവേദന സൃഷ്ടിക്കുന്ന ഊതാണ് ചിലതെങ്കിലും, ഒട്ടുമിക്കതും. ഊത് ഇഷ്ടപ്പെടാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഒരു ഊത് പെർഫ്യൂം വാങ്ങി വെക്കണം. പക്ഷെ ഊത് വാങ്ങുമ്പോൾ തലവേദന ഉണ്ടാകുമോ, അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ, ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് പറ്റിയ മികച്ചൊരു ഓപ്ഷനാണ്. അതിന്റെ കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഊതിനൊപ്പം ഒന്നുകിൽ റോസ് ചേർക്കും, അല്ലെങ്കിൽ ലെതർ ചേർക്കും, അല്ലെങ്കിൽ അനിമലിക് നോട്ടുകൾ ചേർക്കും. ഈ റോസും ഊതും അല്ലെങ്കിൽ ഇത്തരം നോട്ടുകൾ ചേരുമ്പോൾ അത് ഒരുപാട് സ്ട്രോങ് ആവും. അതുകൊണ്ടാണ് പലർക്കും അത് വർക്കൗട്ട് ആവാത്തത്. പക്ഷെ ഇവിടെ തമീൻ ചെയ്തിരിക്കുന്നത് ഗ്വാട്ടിമാലൻ കാർഡമം, ഏലക്കയും സൈപ്രസ് വൃക്ഷത്തിന്റെ സത്തുകളും പിന്നെ സൈപ്രൽ ഓയിലും പിന്നെ ഊതിന്റെ എക്സ്ട്രാക്റ്റും പച്ചുപൊളിയും ഐറിസും ഇതൊക്കെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊത് വളരെ ലൈറ്റ് ആണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കാർഡമം പ്ലസ് സൈപ്രൽ ഓയിൽ, അതോടൊപ്പം തന്നെ പിങ്ക് പെപ്പറിന്റെ ഒരു നോട്ട്. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ അവസാനത്തേക്ക് അല്ലെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കറുവപ്പട്ടയും ഏലക്കയുടെയും രണ്ടും ചേർന്നിട്ടുള്ള മണം അത് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. കറുവപ്പട്ടയും ഏലക്കയുടെ മണം മനസ്സിൽ കുറിച്ച് വെച്ചോ, അത് ഏറ്റവും അവസാനം കിട്ടും. ഈ രണ്ടും മണവും ചേരുമ്പോൾ ഒരു മണം, ഒരു സ്പൈസി സ്മെല്ലായിട്ട് മാറും. അവിടെ നമുക്ക് ഊത് അറിയാൻ പറ്റില്ല. അപ്പം ഇത് കോംഫോർട്ട് ഊതുവുഡ് എങ്ങനെയാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടി നീഷായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് യൂണിസെക്സ് ആണ്, ആണിനും പെണ്ണിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ രാത്രി ഉപയോഗിച്ചതുകൊണ്ട് 6-7 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. പിറ്റേ ദിവസം വസ്ത്രത്തിൽ മണമുണ്ട്, മണം മാറിയിട്ടില്ല, മണം അവിടെ തന്നെ ഉണ്ട്. എങ്കിലും ഷർട്ട് എടുത്ത് മൂക്കിനോട് അടുപ്പിക്കുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് ഷർട്ടിൽ മണം നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ അല്ലെങ്കിൽ ലോങ്ജിവിറ്റി നമുക്കറിയാൻ പറ്റുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് 6 മണിക്കൂർ വരെയാണ്. അപ്പോൾ സാധാരണ ഊത് എന്ന് പറയുന്നത് എത്ര 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലും ഊതിന്റെ മണം ചിലപ്പോൾ പോവില്ല. പക്ഷെ ഇത് വളരെ സ്വീറ്റ് സ്പോട്ടാണ്. ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് 6 മുതൽ 8 മണിക്കൂറാണ് ഏറ്റവും മികച്ച ഒരു ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്, സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ അത് ഓവർ പവറിംഗ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കത് ആദ്യം ഉണ്ടായിരുന്ന ഒരു താല്പര്യം പിന്നീട് കുറയുന്നത് കാണാം. ഇത്തരം സ്ട്രോങ് പെർഫ്യൂമിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ഊതാണ്, ഏലക്കയുടെ നോട്ടും സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം 10-12 മണിക്കൂർ നേരം ഇങ്ങനെ നിൽക്കുന്ന സാധനം അല്ല ഇത്. ഒരു 6-8 മണിക്കൂർ കറക്റ്റ് ഒരു പെർഫ്യൂം എത്ര നേരം നിൽക്കണം അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അളവ്. പ്രൊജക്ഷൻ ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് മണം ചുരുങ്ങും. ഇത് ആർക്ക് പറ്റിയതെന്ന് ചോദിച്ചാൽ രാത്രിയിലെ യാത്ര, രാത്രിയിൽ ഇപ്പോ ബീച്ചിന്റെ സൈഡിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കായൽ തീരത്തൊക്കെ ഇപ്പോൾ വൈകുന്നേരം റിസപ്ഷനും അല്ലെങ്കിൽ കല്യാണമൊക്കെ ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ വൈകുന്നേരം അല്ലെങ്കിൽ അത്തരം കല്യാണം മാത്രമല്ല പിറന്നാൾ ആഘോഷങ്ങളും പാർട്ടിയും ഒക്കെ ഇപ്പോൾ അതുപോലുള്ള സെറ്റൊക്കെ ഇട്ട് ആഡംബരത്തോടു കൂടി ചെയ്യുന്നുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഒരു പെർഫ്യൂം. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ്. ശരിക്കും പറഞ്ഞൊരു എന്റെ അഭിപ്രായത്തിൽ ഹണിമൂൺ ഒക്കെ പോകുമ്പോൾ, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുളു, മണാലി, ജമ്മു കാശ്മീരിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. അപ്പൊ രാത്രിത്തെ യൂസിന് അടിപൊളി പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. നിങ്ങൾ 2 പേര് മാത്രമായിട്ടുള്ളൂ, കാമുകനും കാമുകിയും ഭാര്യ ഭർത്താവ്
നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുമായി അടുത്തിടപഴകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂം. ഇത് എല്ലാവരെയും ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ട് 10 പേര് അറിയണം അങ്ങനെയുള്ള ഒരു ടൈപ്പ് അല്ല ഇത്. ചുരുക്കി പറഞ്ഞ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആഡംബരമായിട്ടൊക്കെ ജീവിതം നയിക്കുന്ന ആൾക്കാരെ കൊണ്ടല്ല, അവര് ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ അവരവരുടെ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു മണം. അവരാരും അറ്റൻഷൻ സീക്കർ അല്ല. അവരുടെ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടണം. അവരെപ്പോഴും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത്തരം ആളുകൾ, അല്ലാതെ ഞാൻ ഇത് 10-20 സ്പ്രേ അടിച്ചിട്ട് എല്ലാവർക്കും മണം കിട്ടണം, എന്നെ വന്ന് ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യണം, അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയതല്ല ഇത്. ഇത് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മെച്ചുവർഡായിട്ട് കാര്യപ്രാപ്തിയുള്ള, അല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ട് വരുമ്പോൾ എന്തോ വില കൂടിയ പെർഫ്യൂമാണ് അടിച്ചതെന്ന് അവർക്ക് തോന്നണം. അതാണ് വേണ്ടത് അല്ലെ. നമ്മൾ അടിച്ചിരിക്കുന്ന പെർഫ്യൂം എന്തോ വില കൂടിയതാണെന്ന്, ഇത്തിരി നീഷാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ അല്പം അവരാരും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരെണ്ണമാണ് നമ്മൾ ട്രൈ ചെയ്തതെന്ന്, നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റണം. അപ്പൊ അത്തരക്കാർക്കുള്ളതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഊത് ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ഇത് ഓവർ പവറിംഗ് ആയിട്ടുള്ള ഊതല്ല. ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയും ഊതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയും ഉണ്ടോ ഊത്. നിങ്ങൾ ഇതുവരെ സങ്കല്പിച്ചിട്ടുള്ള ഊതല്ല ഇത്. നിങ്ങൾ എന്താണോ ഊത് മനസ്സിൽ കരുതുന്നത് അത് മായ്ച്ചു വെച്ചോളൂ. അതും ഈ പെർഫ്യൂമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് വേറൊരു ടൈപ്പ് സ്മെല്ലാണ്, യുണീക്കാണ്. ടോം ഫോർഡ് ഊത് വുഡുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഒരു പെർഫ്യൂം, പക്ഷെ നീഷായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 10 ml നിങ്ങൾ കരുതിരുന്നാൽ മതി. ഇതുപോലുള്ള ചടങ്ങുകൾക്ക്, ആഘോഷങ്ങൾക്ക്, ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ. ഞാൻ 10 ml ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒക്കേഷനിൽ രാത്രി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് തമീൻ ലണ്ടൻ കാർ ഉഡ്. വെറുതെ അല്ല 25,000 രൂപ ഇതിന് വില വരുന്നത്. അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വാങ്ങാൻ താല്പര്യമുള്ളവർ 10 ml അല്ലെങ്കിൽ 5 ml വാങ്ങുക. വാങ്ങിയിട്ട് ഒരു ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടത് തീരുമാനിക്കുക. താങ്ക് യു സോ മച്ച്.